നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 464 464. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 6-ാം അധ്യായം ശ്ലോകം 1. രാജോവാച. ശ്ലോകം 1. നൂനം ഭഗവ ആത്മാരാമാണാം യോഗസമീരിതജ്ഞാനാവൽഭർജിത കർമ്മബീജാനാം ഐശ്വര്യാണി പുനഃ ക്ലേശദാനി ഭവിതുമർഹന്തി യദൃശ്ചയോ ഭഗദാനി. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഹേ ഭഗവൻ, യോഗത്താൽ ഉജ്ജ്വലിക്കപ്പെട്ട ജ്ഞാനത്താൽ, യോഗം എന്ന് പറഞ്ഞാൽ ഒന്നായി ചേരാന്നാണ്. അപ്പോൾ ഭഗവാനിൽ ഒന്നായി തീരുമ്പോൾ ഉജ്ജ്വലിക്കപ്പെട്ട അറിവ് കൊണ്ട് ദഹിപ്പിക്കപ്പെട്ട കർമ്മബീജങ്ങളോട് കൂടിയ, ഇത് വലിയ ഒരു ആപ്തവാക്യമാണ്. കർമ്മം കൊണ്ട് ഗതി കിട്ടില്ല, പ്രവൃത്തി കൊണ്ട് ഗതി കിട്ടില്ല, നിവൃത്തി കൊണ്ടേ ഗതി കിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെന്ത് വേണം? ഉജ്ജ്വലിപ്പിക്കപ്പെട്ട ജ്ഞാനത്താൽ എന്ന വാക്ക്, ദഹിപ്പിക്കപ്പെട്ട കർമ്മബീജങ്ങൾ. പിന്നെ പറയണു ആത്മാരാമന്മാർക്ക്. ആരാണ് ആത്മാരാമന്മാർ? ആത്മാവിൽ രമിക്കുന്നവർക്ക്. അവർക്ക് ഒരു മൂന്നാമത് ഒരു സാധനം വേണ്ട. തന്നിൽ ഉള്ളിലുള്ള ആത്മാവ് മതി അവർക്ക്. എതിർച്ഛയാ സമീപത്ത് വരുന്ന, എതിർച്ഛയാ അറിയാതെ കണ്ട് അടുത്ത് വരുന്ന ഐശ്വര്യങ്ങൾ, രണ്ടാമത് ദുഃഖങ്ങൾ വരുത്തുന്നവയായിട്ട് ഭവിപ്പാൻ യോഗ്യങ്ങളല്ല. ഒരു പ്രാവശ്യം എബവ് ദി മാർക്ക് ലെവൽ ക്രോസ് ചെയ്ത് വിചാരിക്കുക. അതായത് മാതിരി ഈ ബ്രിഡ്ജസ്, തടാകങ്ങൾ, ഡാമിനൊക്കെ ഒരു മാർക്കിംഗ് ഉണ്ട്. അത് അതിൻ്റെ ശേഖര പരിധിയിൽ കഴിഞ്ഞാൽ ഉടനെ വാൾവ് തുറക്കണം, അല്ലെങ്കിൽ ചീർപ്പ് തുറക്കണം. ഇവിടെ നേരെ വിപരീത. ആ ഒരു ലെവൽ മാർക്ക് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്വാഭാവിക അജ്ഞാനങ്ങൾ അതിൽ ബന്ധുപോയിക്കൂടും. ഏതിലെ? ഉജ്ജ്വലിപ്പിക്കപ്പെട്ട അറിവിൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവർക്ക് എന്തില്ല, ഇവർക്ക് ഈ മാർക്കിൽ ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്ത ആൾക്കാർക്ക് പാപം തീണ്ടില്ല. പാപം തീണ്ടാൽ ഉടനെ ഒരു തീജ്വാലയിൽ ആ പാപങ്ങൾ മാറി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകാം. രാജാവ് പറഞ്ഞു. ഇവിടെ ആരാ രാജാവ്? പിന്നെ പരീക്ഷിത് മഹാരാജാവാം, അല്ലെങ്കിൽ പിന്നെ ഈ കഥയിൽ പറയുന്ന രാജാവ്, അങ്ങനെ വയ്ക്കാം നമുക്ക്. ഋഷഭദേവനെയാണ് ഇവിടെ രാജാവ് എന്ന് പറഞ്ഞത്. 6-ാം അധ്യായത്തിൽ ഋഷഭദേവൻ്റെ ദേഹവിയോഗത്തെ വിവരിക്കുന്നു. അതിൻ്റെ പൂർവപീഠികയായിട്ടുള്ള രാജപ്രശ്നം, രാജാവിൻ്റെ ചോദ്യം ആരംഭിക്കുന്നു. യോഗ ഐശ്വര്യങ്ങളെ ഋഷഭദേവൻ അഭിനന്ദിക്കാതിരിപ്പാൻ എന്തു കാരണം? അതായത് ഭഗവാൻ തന്നെ അവതാരം എടുത്ത് ഋഷഭദേവനായി, എന്നിട്ട് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുകയാണ് യോഗ ഐശ്വര്യങ്ങൾ. തന്നെ ഉണ്ടാവുന്ന ഐശ്വര്യങ്ങളിൽ ഭ്രമം വരാൻ പാടില്ല, പ്രമാദം വരാൻ പാടില്ല. ഹേ ഭഗവൻ, യോഗസിദ്ധി നിമിത്തം തടസ്സം കൂടാതെ ഉജ്ജ്വലിക്കുന്ന ജ്ഞാനാഗ്നിയാൽ സർവകർമ്മങ്ങളും ദഹിച്ചിരിക്കയാൽ നിരന്തരം ആത്മാനന്ദത്തിൽ രമിച്ചിരിക്കുന്നവരെ വ്യാമോഹിപ്പിക്കുവാനോ പുനർജന്മ മരണങ്ങളെ ഉണ്ടാക്കി തീർക്കുവാനോ യോഗ ഐശ്വര്യങ്ങൾക്ക് ശക്തി ഉണ്ടാകുവാൻ തരമില്ലാത്ത സ്ഥിതിക്ക് സ്വയമേവ വന്നു ചേർന്ന സിദ്ധികളെ ആദരിക്കാഞ്ഞതിന് മതിയായ കാരണം എന്താണെന്ന് അരുള ചെയ്യുവാൻ കരുണയുണ്ടാകണം എന്നാണ്
രാജാവിൻ്റെ പ്രശ്നം. അപ്പോൾ അതിന് ഇവിടെ ഋഷി സമാധാനം പറയാണ്. രണ്ടാമത്തെ ശ്ലോകം. സത്യം ഉക്തം കിന്തു കിന്തു എന്തുകൊണ്ട് എന്നർത്ഥം, എന്നാൽ എന്നർത്ഥം. കിന്തു ഇഹ ഇവിടെ, വാ ഏകേന മനസോ അദ്ധാ വിശ്രംഭമനവസ്ഥാനസ്യ ഷഡഗിരാദൈവ സംഗച്ഛന്തേ എന്നാണ് വാക്ക്. അപ്പോൾ പറയണു, സത്യം പറയപ്പെട്ടു, എന്നാൽ യോഗത്തിൽ പ്രധാനികൾ ഉറപ്പില്ലാത്തതായ മനസ്സിൻ്റെ വിശ്വാസത്തെ ഷഡകിരാതനിൽ എന്ന പോലെ പ്രാപിക്കുന്നില്ല. കിരാതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഷം ധരിച്ചവെന്ന് അർത്ഥം പറയാം. കിരാതൻ. അപ്പോൾ ഷഡ എന്ന് പറഞ്ഞെങ്കിൽ ഷാഠ്യം എന്തിന്? നന്മയിൽ നിന്ന് വേറിടില്ല എന്ന് തന്നെ ഷടിക്കൽ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. രാജാവ് ചെയ്ത ചോദ്യത്തെ സ്വീകരിച്ചും കൊണ്ട് പരിഹരിപ്പാൻ ഭാവിക്കുന്ന ശുഗാചാര്യർ, ശുഗബ്രഹ്മർഷി. അപ്പോൾ ഇവിടെ രാജാവ് പരീക്ഷിത് മഹാരാജാവ് തന്നെയാണ്. പരീക്ഷിത് മഹാരാജാവ് ഋഷഭദേവനെ പറ്റിയിട്ട് ചോദിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് പറഞ്ഞത്? ശുഗാചാര്യർ പറയുന്നു എന്ന് പറഞ്ഞത്. ഹേ രാജൻ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. എന്നാൽ ബുദ്ധിമാന്മാരായവർ ചഞ്ചല സ്വഭാവമുള്ള മനസ്സിൽ വിശ്വാസമുള്ളവരല്ല. അവർ വളരെ ആ ഷഡകിരാതൻ എന്ന് പറഞ്ഞതിനെ ഷടിച്ചു. ഒരു വിഷയല്ലേ? വഞ്ചകനായ കിരാതനിൽ പിടിക്കപ്പെട്ട മൃഗങ്ങൾ വിശ്വസിക്കയില്ലല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോഗൈശ്വര്യങ്ങളെ ആദരിച്ചു തുടങ്ങുമ്പോൾ മനസ്സ് വീണ്ടും ആ വക സുഖങ്ങളിൽ ആസക്തമായി കൂടായെന്നില്ല. വന്നു ചേരുവാനിടയുള്ള ദോഷങ്ങളെ പരിഹരിക്കേണ്ടത് ആവശ്യമാകയാൽ പ്രായേണ യോഗികൾ യോഗസിദ്ധികളെ ആദരിക്കാറില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോഗസിദ്ധികൾ വന്നാൽ എന്താ ഉണ്ടാവുക? ചിലപ്പോൾ ചഞ്ചലിപ്പ് വരും. അത് പാടില്ല. വിനോദ രീതിയിൽ പ്രകാശിപ്പിക്കുന്ന ആദരം അനർത്ഥത്തിൽ പര്യവസാനിച്ചുവെന്നും വന്നേക്കാമെന്നുള്ള വിചാരമാണ് ആദരിക്കാത്തതിന് കാരണം. മൂന്നാമത്തെ ശ്ലോകം നോക്കുക. തഥാ ച ഉക്തം. ചോക്തം എന്ന് പറയുന്നത് ച ഉക്തം. ന കുര്യാത് കർഹചിത് സഖ്യം മനസി അനവസ്ഥിതേ യത് വിശ്രംഭാശിരാശീർണം ച സ്കന്ധതപ ഐശ്വരം. അതിന് വാക്കർത്ഥം പറയണത്, മനസ്സ് ചഞ്ചലമായിരിക്കവേ അവസ്ഥിത എന്നുള്ളത് വിട്ടാണ് അവസ്ഥിത എന്നുള്ളതിനാണ് അനവസ്ഥിത എന്ന് പറയുന്നത്. സംസ്കൃതം പഠിച്ച വളരെ എളുപ്പമാണ്. ഒരിക്കലും സഖിത്വം ചെയ്യരുത് ആരോടും. ആരെ കാല് വാരുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. എല്ലാവർക്കും രാം രാം എന്ന് പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് പറഞ്ഞു, യാതൊന്നിൽ വിശ്വാസം ഹേതുവായിട്ട് ബഹുകാലം സമ്പാദിച്ചതായ ഈശ്വര തപസ്. ഈശ്വര തപസ് നഷ്ടം വരും എന്നുള്ള പേടിയാണ്. ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഗർഭം അലസി എന്ന് പറയില്ല, അതന്നെ ഇവിടുത്തെ ശ്രവിക്കൽ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ശിഷ്ടന്മാർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ശിഷ്ടന്മാരെന്ന് പറഞ്ഞാൽ ശിക്ഷിച്ച് പിടിച്ചുള്ള ആൾക്കാർ. മനസ്സ് എപ്പോഴും ചഞ്ചല സ്വഭാവമുള്ളതാകയാൽ ഒന്നിന്മേലും ഒരു കാലത്തും ഇഷ്ടം കൂടാതെ ഇരിക്കുന്നതാണ് നല്ലത്. എന്നാൽ പിന്നെ മനസ്സ് ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന് പറയേണ്ട ആവശ്യം വരില്ല. മനസ്സിൽ വിശ്വാസം നിമിത്തം പരമേശ്വരൻ ബഹുകാലം കൊണ്ട് സമ്പാദിച്ച തപസ്സിന് നാശം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ തലയിൽ കൈ വെച്ചാൽ തല പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു വരം അർഹനല്ലാത്തവന് അനർഹന് കൊടുത്തുന്നാ. അപ്പോൾ അയാളിത് വലിക്കില്ലേ എന്നറിയാം. പരമശിവൻ്റെ തലേന്നെ കൈവയ്ക്കാൻ വന്നു എന്നാ കഥ. അപ്പോൾ മോഹിനിയുടെ പിന്നെ വേറൊരു കഥയുണ്ട്. മോഹിനിയുടെ രൂപദർശനം നിമിത്തം പരമേശ്വര ചിത്തം ചലിച്ച ചരിത്രത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു.
അപ്പം ഏറ്റവും വലിയ ആദരവിന് പാത്രീഭൂതനായ പരമശിവൻ തന്നെ തെറ്റുകാരനാണ് എന്ന് മായയ്ക്ക് വറ്റാന്നുണ്ടെങ്കിൽ എൻ്റെ നിങ്ങളുടെ സ്ഥിതി എന്താ? അപ്പം 4-ാമത്തെ ശ്ലോകം, നിത്യം ദദാതി കാമസ്യ ഛിദ്രം തമനുയേ അരയ യോഗിന കൃതമൈത്രസ്യ പത്യുർജായേവ പുംശലി. അതായത് വിശ്വസിച്ചിരിക്കുന്ന യോഗിയുടെ മനസ്സ് കാമത്തിനും അതിനെ അനുസരിച്ചുള്ള, അവിടെ അസരിച്ചുള്ള എന്നേ ഉള്ളൂ, അതാണ് ചിലതിലൊക്കെ അനുസരിച്ചുള്ള ശത്രുക്കൾ യാതൊന്നുകളോ അവയ്ക്കും വ്യഭിചാരിണിയായ ഭാര്യ ഭർത്താവിൻ്റെ നേർക്കെന്ന പോലെ അവസരത്തെ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, മിത്രഭാവത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന യോഗികളുടെ മനസ്സ് കാമത്തിനും കാമത്തെ അനുസരിച്ചിരിക്കുന്ന ക്രോധാദി വൃത്തികൾക്കും പ്രവേശിപ്പാൻ അവസരം നൽകും. ആ വൃത്തികൾ യോഗിയെ യോഗത്തിൽ നിന്ന് തന്നെ അധപ്പതിപ്പിക്കും. യോഗത്തിൽ നിന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ, ഭഗവാനുമായിട്ടുള്ള കൂടിച്ചേരലിൽ നിന്ന് അധപ്പതിപ്പിക്കുന്ന പറഞ്ഞത്. ഏതുപോലെ എന്നാൽ പരപുരുഷന്മാരോട് സംസർഗം ചെയ്യുന്ന സ്വഭാവദൂഷ്യമുള്ള ഭാര്യയെ വിശ്വസിച്ച് ഭർത്താവിനെ ഹനിപ്പാനുള്ള തക്കവും തരവും അവൾ ജാരന്മാരോട് ഉപദേശിച്ച് ഭർത്താവിനെ ഹനിപ്പിക്കും. ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം കൊടുക്കാനില്ല. പറഞ്ഞ പ്രശ്നമുണ്ടോ? 5, കാമോ മന്യുർമതോ ലോഭ ശോകമോഹഭയാദയാം കർമ്മബന്ധശ്ചയന്മൂല സ്വീകുര്യാൽ കോനു തദ്ബുധാം. അതായത് ആഗ്രഹം, കോപം, ഗർവം, അത്യാശ. ആഗ്രഹം, കോപം, ഗർവം, അത്യാശ, ദുഃഖം, തെറ്റിദ്ധാരണ, പേടി എന്നിവ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 ആളെ പറയണ്ട ഇവിടെ. കർമ്മബന്ധവും യാതൊന്നാകുന്ന മൂലത്തോടു കൂടിയതോ അതിനെ അറിവുള്ള ഏതൊരുത്തൻ സ്വീകരിക്കും. അതായത് ഈ ആഗ്രഹം, ഗർവം, അത്യാശ, ദുഃഖം, തെറ്റിദ്ധാരണ, പേടി എന്നീ കർമ്മബന്ധങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം എന്താ, എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് പറയാൻ പറ്റില്ല. ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞാലും പിന്നെയും തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ശത്രുക്കൾ ആരെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ആദ്യമായിട്ട് വിഷയങ്ങളെ അനുഭവിപ്പാനുള്ള ആഗ്രഹരൂപമായ കാമം 1. പിന്നെ അതിനെ വിഘ്നപ്പെടുത്തിയാൽ ക്രോധം, ഭോഗസമ്പത്തി നിമിത്തം മതം, ഉള്ള ഭോഗത്തിൽ തൃപ്തനാകാതെ അധിക സമ്പാദനത്തിൽ അത്യാശാരൂപമായ ലോഭം, ഭോഗസാധനങ്ങളുടെ നാശത്തിൽ ദുഃഖം, അതുനിമിത്തം ആത്മവിസ്മൃതി. അതിൻ്റെ ശേഷം ഒന്നും കൂടി പറയണ്ടായി, വിഷയസുഖങ്ങളെ വിട്ടുപോകേണ്ടതായി വരുമോ എന്നുള്ള ഭയം. ഇവയെല്ലാമാണ് യോഗിയുടെ ശത്രുക്കൾ. ഈ വൃത്തികൾ നിമിത്തം പുണ്യപാപരൂപമായ കർമ്മബന്ധവും സംഭവിക്കും. ഇത് ഇത്രയെല്ലാം അനർത്ഥത്തിന് കാരണമായി വരുവാൻ സംഗതിയുള്ള മനസ്സിനെ അറിവുള്ള ഏതെങ്കിലും ഒരുവൻ സ്വാധീനമായിട്ട് കരുതുമോ? ഇല്ല. എപ്പോഴാണ് യൂട്ടേൺ എടുക്കാമെന്ന് പറയാൻ വയ്യ. കൂടിച്ചേർന്നു ചതിക്കുന്ന സ്വഭാവം മനസ്സിനോടുകൂടി എപ്പോഴും ഉള്ളതാകയാൽ വിവേകമുള്ളവർ മനസ്സിനെ വിശ്വസിക്കുക പതിവില്ല. വിശ്വസിച്ചാൽ അത് ചതിക്കും. അതാണ് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള സാധനത്തിന് ഭഗവാൻ കൊടുക്കാനാണ് പറഞ്ഞത്. എന്നാൽ ഭഗവാൻ അതിനെ വേണ്ട മാതിരി കൈകാര്യം ചെയ്യും. ഇനി 6-ാമത്തത് പ്രോസ്, പിന്നെ എല്ലാം ശ്ലോകം പ്രോസാണ്, ശ്രദ്ധിക്കുക. അദൈവം അഖില ലോകപാല ലലാമോ അഭിവിലക്ഷണേ ജഡവത്
അവധൂതവേഷാഭാഷാചരിതൈരവിലക്ഷിത ഭഗവൽ പ്രഭാവോ യോഗിനാം സമ്പരായാം വിധിം അനുശിക്ഷയൻ സ്വകളേവരം ജിഹാസുരാത്മന്യാത്മാനം അസംവ്യവഹതീതം അനർത്ഥാന്ധരഭാവേനാന്വീക്ഷമാണ ഉപരതാനുവൃത്തിരുപരരാമ. ഇതാണ് ശ്ലോകം. അനന്തരം സകല ലോകപാലന്മാരുടെ ഭൂഷണമായിരിക്കുന്നുവെങ്കിലും അസാധാരണങ്ങളായ ജഡനെ പോലെ സംസ്കാരാതിരഹിതമായ വേഷം, ഭാഷ, ആചരിതം എന്നിവയാൽ പ്രകാശിപ്പിക്കപ്പെടാത്ത ഭഗവത് പ്രഭാവത്തോട് കൂടിയവനായിട്ട് യോഗികളുടെ ശരീരത്യാഗമാർഗത്തെ അഭ്യസിപ്പിക്കുന്നവനായിട്ട് സ്വദേഹത്തെ ഉപേക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ആത്മാവിൽ അഭേദഭാവം നിമിത്തം മറവില്ലാതിരിക്കുന്ന ആത്മാവിനെ നിരന്തരം കാണുന്നവനും ഉപരമിച്ചിരിക്കുന്ന അനുസന്ധാനത്തോടു കൂടിയവനുമായിട്ട് ഉപരമിച്ചു നാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. മനസ്സിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് യോഗസിദ്ധിയെ ആദരിക്കാഞ്ഞത് എന്ന് പറഞ്ഞതിൽ പിന്നെ പ്രകൃതത്തെ തന്നെ തുടരുന്നു. ഋഷഭദേവന്റെ വിദേഹ കൈവല്യത്തെ പറയുന്നു. അനന്തരം ലോകപാലന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠനാകുന്നുവെങ്കിലും ലോകവിലക്ഷണങ്ങളായ വേഷഭാഷാ പ്രവൃത്തികൾ നിമിത്തം ജഡനെ പോലെ ആചരിക്കുന്ന ഭഗവാൻ തന്നിലിരിക്കുന്ന ഈശ്വരപ്രഭാവത്തെ പുറമേ കാണിക്കാതെ തന്നെ യോഗികൾ ദേഹത്തെ ഉപേക്ഷിക്കേണ്ടതായ മാർഗത്തെ അവർക്ക് ഉപദേശിക്കുവാനായിട്ട് തൻ്റെ ശരീരത്തെ ഉപേക്ഷിപ്പാൻ ആഗ്രഹിച്ചു. ആത്മാവിനെ കൂടാതെ അന്യമായ പരമാർത്ഥമില്ലെന്ന് ദൃഢജ്ഞാനം നിമിത്തം, അതാണ് ആത്മാവല്ലാണ്ട് വേറൊന്നുമില്ല, സ്വ ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു. ശരീരത്തെ കുറിച്ചുണ്ടായിരുന്ന അധ്യാസത്തെ, തെറ്റിദ്ധാരണയെ തീരെ നിർത്തിയതിനാൽ ഉപരതി പ്രാപിച്ചു. ഇനി ഏഴാമത്തെ ശ്ലോകം ഇതേപോലെ തന്നെയാണ്. തസ്യഹാവാ മുക്തലിംഗസ്യ ഭഗവത ഋഷഭസ്യ യോഗമായാവസാനയാ ദേഹ ഇമാം ജഗതീം അഭിമാനഭാസേന സംക്രമമാണ കൊങ്ക വെങ്കടകുളകാൻ ദക്ഷിണ കർണാടകാൻ യദൃശ്യോ ഭഗതാ കുടകാചരോപവന ആസ്യ കൃതാശ്മകബള ഉന്മാദ ഇവ മുക്തമൂർധജോ അസംവീത ഏവ വിചാര. അതിന് പറയണോ, ഇപ്രകാരം മോചിപ്പിക്കപ്പെട്ട ലിംഗദേഹത്തോടു കൂടിയ ഭഗവാനായ ഋഷഭന്റെ യോഗമായ വാസന കൊണ്ട് ശരീരം അഭിമാനത്തിൻ്റെ പ്രതിച്ഛായയാൽ ഭൂമിയെ സഞ്ചരിക്കുന്നതായിട്ട് കൊങ്കം, വെങ്കം, കുടകം എന്നീ രാജ്യങ്ങളെയും തെക്കൻ കർണാടകങ്ങളെയും എതിർച്ചയായിട്ട് പ്രാപിച്ചതായിട്ട് കുടകപർവ്വത സമീപത്തിൽ മുഖാന്തർഭാഗത്തിൽ കല്ലു നിറച്ചുകൊണ്ടും, മുഖാന്തർഭാഗത്തിൽ വായന കല്ല് നിറച്ചുകൊണ്ടും, കാൻ യു ഇമാജിൻ, ഇവിടെയാണ് ഇമാജിൻ ചെയ്യണം എന്നാണ് കാര്യം മനസ്സിലാക്കുള്ളൂ. നിറച്ചുകൊണ്ടും ഭ്രാന്തുള്ളതുപോലെ തലമുടി അഴിച്ചിട്ടും വസ്ത്രാച്ഛാദനം കൂടാതെയും സഞ്ചരിച്ചു. അപ്പോൾ ഈ തലമുടി അഴിച്ചിട്ടിട്ട് നടക്കാൻ പാടില്ല. അത് ആണുങ്ങളാണെങ്കിലും ശരി, പെണ്ണുങ്ങളാണെങ്കിലും ശരി. ചില ആൾക്കാർ തലമുടി ഇങ്ങനെ, പന്ന്യം രവീന്ദ്രൻ്റെ കൂട്ടത്തിൽ അയാൾ നല്ല ആളാണ്, അയാൾക്ക് പിന്നെ അത് ഒരു ആഭൂഷണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് താന്ത്രികമായിട്ടുള്ള അറിവില്ല, അല്ലെങ്കിൽ ഉപനിഷത്പരമായിട്ടുള്ള അറിവില്ല, അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. ആ അറിവ് പ്രതീക്ഷിക്കുന്ന ആൾക്കാരിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പറഞ്ഞോഷയോ. അപ്പോൾ തലമുടി അഴിച്ചിട്ടിട്ട് അമ്പലത്തിൽ ക്ഷേത്രങ്ങൾ പോകരുത്, അല്ലെങ്കിൽ പൂജയ്ക്ക് ഇരിക്കരുത്, അങ്ങനെയൊക്കെ പറയും. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം.
ഇപ്രകാരം ഭഗവാനായ ഋഷഭദേവൻ ലിംഗദേഹബന്ധത്തിൽ നിന്ന് മുക്തനായി എങ്കിലും യോഗമായ വിലാസത്താൽ ശരീരം പിന്നെയും അഭിമാനത്തിൻ്റെ പ്രതിച്ഛായയെ ആശ്രയിച്ചുകൊണ്ട് കുലാലചക്രം തിരിയുന്നത് പോലെ. എന്താ ഈ കുലാലചക്രം എന്ന് പറഞ്ഞാൽ? അറിയില്ലെങ്കിൽ ചോദിക്കണം. കുലാലചക്രം എന്ന് പറഞ്ഞാൽ മൺപാത്ര നിർമ്മാതാവ് അതിന് പറ്റിയ മണ്ണ് ഇടിച്ച് പരുവാക്കിയിട്ട് എന്താണ് എന്ത് പാത്രം ഉണ്ടാക്കണത്, അതിൻ്റെ വലുപ്പം, അതിൻ്റെ ഉൾവട്ടം, അതിൻ്റെ ഘനമൊക്കെ തീരുമാനിച്ചിട്ട് ആണ് മണ്ണിടുക. അത് ഒരു ചക്രത്തിൻ്റെ മുകളിൽ വെച്ച് ചക്രം ഒരു വടി കൊണ്ട് തിരിക്കും. ആ സ്പീഡ് കഴിയുന്നതിൻ്റെ മുമ്പേ ഈ മണ്ണിന് രൂപം കൊടുക്കും. അതൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്, കണ്ട് പഠിക്കാം. കുലാലചക്രം അതേപോലെയാണ്. അത് ഭഗവാന്റെ യോഗമായാണ് ആ ചക്രത്തെ തിരിക്കണത്. അപ്പം അതിൽ ആകൃഷ്ടരാവാതെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടണം. അപ്പോൾ തിരിയുന്നത് പോലെ ലോകത്തിൽ പല ദേശങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കൊങ്കം, വൈങ്കം, വെങ്കം, കുടക് രാജ്യം, തെക്കൻ കർണാടക ദേശങ്ങൾ ഇവിടങ്ങളിലെല്ലാം ചുറ്റിയ ശേഷം കുടകപർവ്വതത്തിൻ്റെ സമീപവനത്തിൽ മുഖാന്തർഭാഗത്തിൽ കല്ല് നിറച്ച് അഴിഞ്ഞ തലമുടിയോടും കൂടി ഉന്മാദഗ്രസ്തൻ എന്ന മട്ടിൽ വസ്ത്രാച്ഛാദനമില്ലാതെ സഞ്ചരിച്ചിരുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചുവെന്ന് പറയണമെങ്കിൽ രസനേന്ദ്രിയത്തെ ജയിക്കണം, നാവിനെയും വായനയും. അതുവരെ ഇന്ദ്രിയ ജയം വന്നുവെന്ന് പറഞ്ഞുകൂടാ എന്നുപദേശിക്കാനായിരിക്കണം മുഖാന്തർഭാഗത്തിൽ കല്ല് കുത്തി നിറച്ചത് എന്നാണ് ഊഹിക്കേണ്ടത്. എന്തൊരു ട്രാൻസ്ലേഷനാണല്ലേ, ആലോചിച്ച് നോക്കൂ. ജീവൻ മുക്തന്മാർ അവിദ്യാംശത്തെ ആശ്രയിച്ച് സഞ്ചരിക്കും, എങ്കിലും ആ അവധിക്ക് അവരെ ബന്ധിക്കാൻ ശക്തിയില്ല. അതായത് അജ്ഞാനത്തിന് അവരെ ബന്ധിക്കാനുള്ള ശക്തിയില്ല. ഋഷഭദേവനാകട്ടെ ഭഗവാനായതുകൊണ്ട് യോഗമായ വിലാസത്താൽ അവശേഷിച്ചിരുന്ന അഭിമാനത്തിൻ്റെ ആഭാസത്തെ ആശ്രയിച്ച് അവിടുത്തെ ദേഹം സഞ്ചരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശരീരം ലക്കിലാകാനും ഇല്ലാണ്ട് പോകുന്നർത്ഥം. 8ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. അധ സമീരവേഗ വിധൂത വേണുവികർഷണ ജാതോ അഗ്രതവാനല സ്തദ്വദനം ആലേലിഹാന സഹതേന ദദാഹ. വായുശക്തിയാൽ ഇളകുന്ന മുളകളുടെ ഘർഷണം കൊണ്ട് ഉണ്ടായ കാട്ടുതീയെ ആ കാടിനെ ദഹിപ്പിക്കുന്നതായിരുന്നു. അതോടുകൂടി ഈ ഋഷഭദേവന് ദഹിച്ചു. അപ്പോൾ തീപ്പെട്ടിട്ട് മരിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതാരൊക്കെ സാധാരണക്കാരനെ. ഇവിടെ ഇദ്ദേഹം ആരാ? ഇദ്ദേഹം സാക്ഷാൽ ശ്രീഹരി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനത് ബാധകമല്ല. ഇനി അതിൻ്റെ എന്താ പറയുക, 3 വരി ഭാവാർത്ഥമുണ്ട്, ശ്രദ്ധിക്കാം. അനന്തരം ദേഹത്തെ ഉപേക്ഷിച്ചതിനെ പറയുന്നു. ഘനമായി വീശുന്ന കാറ്റിനാൽ ചലിക്കുന്ന മുളകൾ തമ്മിൽ തട്ടിയുണ്ടായ ഉഗ്രമായ കാട്ടുതീയെ ആ വനത്തെ ദഹിപ്പിക്കുന്ന സമയം അതോടുകൂടി ആ ശരീരം ദഹിച്ചു. എന്നിട്ട് പറഞ്ഞു അടുത്തത് ശ്ലോകം, 9ാമത്തെ ശ്ലോകം. യസ്യ കിലാനുചരിതം ആശ്രമാതീതം ഉപാകർണ്യ കൊങ്കവംഗകുടകാനാം രാജ അർഹന്നാമോ ഉപശിഷ്യ കലാവധർമ്മ ഉത്കൃഷ്യമാണേ ഭവിതവേന വിമോഹിത സ്വധർമ്മപദം അകുതോ ഭയം അപഹായ കുതഭം പാഷണ്ഡം അസമഞ്ജസം നിജമനീഷയാ മന്ദസ്സം പ്രവർത്തയിഷ്യതേ. അതിൻ്റെ ഭാവാർത്ഥം, കൊങ്കവെങ്കട കുടകദേശങ്ങളുടെ രാജാവായ അർഹൻ എന്നു പേരായവൻ ആശ്രമങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന യാതൊരുവൻ്റെ ചരിത്രത്തെ കേട്ടിട്ട് അധർമ്മം ഉത്കർഷത്തെ പ്രാപിക്കുന്നതായ കലിയിൽ ജനങ്ങളുടെ ജന്മാന്തര പാപകർമ്മ ഫലമായിട്ട് വിമോഹിച്ചവനായിട്ട്
ഒരു വിധത്തിലും ഭയത്തിന് കാരണമില്ലാത്തതായ തൻ്റെ ധർമ്മമാർഗത്തെ ഉപേക്ഷിച്ചിട്ട് ബുദ്ധിശൂന്യനായിട്ട് പഠിച്ചിട്ട് സമുചിതമല്ലാത്തതും ദുർമാർഗവുമായ പാഷണ്ഡത്തെ സ്വബുദ്ധിയാൽ പ്രവർത്തിപ്പിക്കും. ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ശ്രദ്ധിക്കാം. യാതൊരു ഭഗവാൻ അനുഷ്ഠിച്ചതും വർണ്ണാശ്രമധർമ്മങ്ങളെ എല്ലാം അതിക്രമിച്ചിരിക്കുന്നതുമായ ഈ പരമഹംസധർമ്മത്തെ കൊങ്കവെങ്ക കുടക രാജ്യങ്ങളുടെ അധിപനായ അർഹൻ എന്ന രാജാവ് സ്വപ്രജകളിൽ നിന്ന് കേട്ടറിഞ്ഞ് അധർമ്മം ഉത്കർഷത്തെ പ്രാപിക്കുന്ന കലിയുഗത്തിൽ ശാസ്ത്രസമ്മതവും ഭയത്തിന് കാരണമില്ലാത്തതുമായ സ്വധർമ്മത്തെ വെടിയുകയും വേദവിരുദ്ധവും നാശകാരണവുമായ പാഷാണ്ഡമാർഗത്തെ താൻ പഠിക്കുകയും സ്വമേധയാ രാജ്യത്തിൽ സ്വപ്രജകളെ ആവിധം നടക്കുവാൻ ശാസിക്കുകയും ചെയ്യും. നേരായ മാർഗത്തിൽ സഞ്ചരിക്കാൻ സമ്മതിക്കില്ല എന്നർത്ഥം. കലിയിൽ ജനിക്കുന്ന പ്രാണികളുടെ പാപകർമ്മ പരിഭാഗ ഫലമെന്നേ ഇതിനെക്കുറിച്ച് പറവാനുള്ളൂ. മഹാന്മാർ അനുഷ്ഠിക്കുന്ന അതിവർണാശ്രമധർമ്മങ്ങളെ കണ്ടിട്ട് അതിന് അർഹന്മാരല്ലാത്തവർ ആ വിധം ആചരിക്കുന്നത് അവിവേകവും അധപ്പതിപ്പാൻ മാർഗവുമാണെന്ന് സാരം. ചില പാഠങ്ങളിൽ പാഖണ്ഡം എന്ന് കാണുന്നുണ്ട്, രണ്ടും ഉപയോഗിച്ച് കാണുന്നുണ്ട്. ചില പാഠങ്ങളിൽ ആശ്രമാതീതം എന്ന പദം കാണുന്നില്ല. ഈ പദം വളരെ അവസരോചിതമാണ് എന്നൊരു നിർവചനം കൊടുത്തു അവിടെ. ഇനി 10ാമത്തെ ശ്ലോകം പറയണു. ഏന ഹവാവാകലോ മനുജാപസാദ ദേവമായ മോഹിത സ്വവിധി നിയോഗ ശൗച ചാരിത്ര വിഹീന ദേവഹേളന അന്യപവത്രാണി പൗവ്രതാനി നിജ നിജേക്ഷയ ഗൃഹാന അസ്നാന അനാചമന അശൗച കേശോ ലുഞ്ചനാദീനി കലിനാ ധർമ്മബഹുലേനോപഹതധിയോ ബ്രഹ്മബ്രാഹ്മണയജ്ഞപുരുഷ ലോകവിദൂഷകാഹ പ്രായേണ ഭവിഷ്യന്തി. ഇതാണ് ശ്ലോകം. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. യാതൊന്നിനാൽ ഈശ്വരൻ്റെ മായയാൽ മോഹിച്ചവരായ നികൃഷ്ടന്മാരായ മനുഷ്യർ കലിയിൽ സ്വധർമ്മവിധി അനുസരിച്ച് ആചാരങ്ങളെ വെടിഞ്ഞവരും ഈശ്വര നിന്ദാസൂചകങ്ങളായ നികൃഷ്ട നിയമങ്ങളെ അവനവൻ്റെ ഇഷ്ടപ്രകാരം സ്വീകരിക്കുന്നവരും സ്നാനം ആചമനം ശൗചം മുതലായവ മുടി പിഴുതെടുത്തും, അതായത് ഈ ജൈന മഹർഷിക്കാർ ചെയ്യുന്ന കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അധർമ്മം അധികരിച്ചിരിക്കുന്ന കലിയിൽ ദുഷിപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരും വേദം, ബ്രാഹ്മണർ, ഈശ്വരൻ, സജ്ജനം ഇവരെ ദുഷിക്കുന്നവരുമായിട്ട് മിക്കതും ഭവിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. യാതൊരു പാഷാണ്ഡ പ്രചാരത്താൽ കലികാലത്തിലെ മനുഷ്യ അധമന്മാർ മിക്കതും അധർമ്മത്തിൻ്റെ ആധിക്യത്തോടുകൂടിയ കലിയാലും ഈശ്വരമായയാലും ബാധിക്കപ്പെട്ടവരും വിവേകം നശിച്ചവരുമായിട്ട് സ്വധർമ്മങ്ങളെ അനുശാസിക്കുന്ന ശാസ്ത്രമര്യാദയെ അനുസരിച്ച് വേണ്ട സ്നാനം, ആചമനം, ശൗചം മുതലായ വിധികളെ ശ്രേഷ്ഠയാ ഉപേക്ഷിക്കുകയും തലമുടി പിഴുതുപറിക്കുകയും ദേവനിന്ദാസൂചകങ്ങളായ വേദവിരുദ്ധ വ്രതാദികളെ അംഗീകരിക്കുകയും ചെയ്യും. വേദത്തെയോ ബ്രാഹ്മണരെയോ ഈശ്വരനെയോ സജ്ജനങ്ങളെയോ ആദരിക്കുന്നവർ പ്രായേണ കലികാലത്തിൽ കുറഞ്ഞു വരുന്നതാണ്. ഇത്രയും അതിലളിതമായ ഒരു വ്യാഖ്യാനം വായിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ അപമാനത്തിന് കാരണമാവുന്ന എൻ്റെ അഭിപ്രായത്തിൽ. എന്തോ ആവട്ടെ. അപ്പോൾ എങ്ങനെയായാലും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഏവരിലും ഉണ്ടാവട്ടെ എന്ന് നമ്മൾക്ക്
സമാധാനിക്കാം അല്ലെങ്കിൽ സന്തോഷിക്കാം. അതോടുകൂടി നമ്മുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.